രചന ഗംഗോത്രി. ഭാഗം 60. പാർവതി തൻ്റെ പഴയ കാലത്തിലേക്ക് പോയി. 5 മക്കളും താനും എത്ര സന്തോഷമായിട്ടാണ് ജീവിച്ചത്. അന്ന് തനിക്ക് പോസ്റ്റ് ഓഫീസിൽ ജോലിയായിരുന്നു. രാഘവേട്ടൻ മിലിട്ടറിയിലായിരുന്നതുകൊണ്ട് കുടുംബത്തിൻ്റെ ചുമതല തൻ്റെ ചുമലിലായിരുന്നു. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്ന കാലം. 3 പെൺകുട്ടികളും 2 ആൺമക്കളും. തങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവരെന്ന് താനും രാഘവേട്ടനും ഇടയ്ക്കിടെ പറയുമായിരുന്നു. നന്നായി പഠിക്കുന്ന മക്കൾ. തൻ്റെ മക്കളോടെല്ലാവർക്കും നല്ല സ്നേഹമായിരുന്നു. സാവിത്രിയും ശിവപ്രിയയും ശരണ്യയും, പിന്നെ മൂത്ത മകൻ രവി, ഇളയവൻ രാമചന്ദ്രൻ. 2 പേരുടെയും ഇടയിലുള്ളവരാണ് പെൺകുട്ടികൾ. സാവിത്രിയും ശിവപ്രിയയും ഡോക്ടർമാരാണ്. ശരണ്യ ഭർത്താവിൻ്റെ ബിസിനസ്സിൽ സഹായിക്കുകയാണ്. രവി പ്രൊഫസറും. രാമചന്ദ്രനാണ് MLA. 5 ഏക്കർ സ്ഥലത്ത് നിന്ന് 3 ഏക്കർ വിറ്റിട്ടാണ് പെൺമക്കളെ കെട്ടിച്ചയച്ചത്. രാഘവേട്ടന് കിട്ടിയ പണം മുഴുവൻ മക്കളുടെ പഠനത്തിനായി ചിലവഴിച്ചു. രവിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അവളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ പെൺമക്കൾ വീട്ടിലേക്ക് വരാതായി. അവൾക്കെന്നും ഓരോ അസുഖങ്ങളായിരുന്നു. വീട്ടിലെ ജോലികൾ താൻ ചെയ്യാൻ വേണ്ടിയുള്ള അസുഖങ്ങൾ. മിക്കവാറും ദിവസങ്ങളിൽ അവൾക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം. അവന് കിട്ടുന്ന ശമ്പളം മുഴുവൻ അവളുടെ ആശുപത്രി ചെലവും കറക്കവുമായി പോയി. പിന്നീട് തൻ്റെ കയ്യിലുള്ള സ്വർണമൊക്കെ അവൾ ചോദിക്കാൻ തുടങ്ങി. പലപ്പോഴായി താൻ നൽകിയതാണ്. പക്ഷേ മക്കളും രാഘവേട്ടനും ഉപദേശിച്ചപ്പോൾ പിന്നീട് അതങ്ങ് നിർത്തി. അന്നു മുതൽ അവൾക്ക് തന്നോട് ദേഷ്യം തുടങ്ങിയതാണ്. ഒടുവിൽ സഹികെട്ടാണ് താമസം മാറാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അവരുടെ വീതം കൊടുക്കണമെന്നായി. പലരും ഉപദേശിച്ചതാണ് 2 പേരുടെയും പേർക്ക് ബാക്കിയുള്ളത് മുഴുവൻ എഴുതി വെക്കരുത് എന്ന്. ഒന്നുകിൽ തങ്ങളുടെ കാലശേഷം എന്നെഴുതണം. പക്ഷേ മക്കളെ വല്ലാതെ വിശ്വസിച്ചു പോയി. അങ്ങനെ 2 മക്കളുടെയും പേരിലേക്കാക്കി. രാമചന്ദ്രൻ്റെ ഭാര്യ വിദേശത്തായിരുന്നു. അവളും കൂടി നാട്ടിലേക്ക് വന്നപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വഷളായത്. താൻ വീട്ടിലെ വേലക്കാരിയായി. 2 പെണ്ണുങ്ങളും ചേർന്ന് മാറി മാറി ഉപദ്രവിച്ചു. രാഘവേട്ടൻ പെൻഷനായി വന്നത് മുതൽ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യാതൊരു ബഹുമാനവുമില്ലാതെ തന്നോടുള്ള പെരുമാറ്റം അദ്ദേഹത്തിന് വേദനയുണ്ടാക്കി. ആൺമക്കളോട് അദ്ദേഹം പരാതി പറഞ്ഞു. അന്ന് ആ മഴയുള്ള ദിവസം അവരുടെ മനസ്സിലേക്ക് ഓടി വന്നു. മൂത്ത മകനും ഭാര്യയും എവിടെയോ കറങ്ങാൻ പോയി. ഇളയ മകനും രാഘവേട്ടനും കൂടി ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോയതാണ്. ദൂരെയായിരുന്നതുകൊണ്ടൊന്ന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇളയവൻ്റെ ഭാര്യ ജലജ മുറിയിൽ തന്നെയായിരുന്നു. നേരം ഒരുപാടായിട്ടും ആഹാരം കഴിക്കാൻ അവളെ കാണാത്തതുകൊണ്ട് താൻ മുറിയിലേക്ക് ചെന്നു. ഒരിക്കലും ആ സമയത്ത് താൻ അവളുടെ മുറിയിലേക്ക് ചെല്ലുമെന്ന് അവൾ കരുതിയിട്ടുണ്ടാവില്ല. അവൾ പാതി നഗ്നയായി ആരോടോ വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു. രാമചന്ദ്രനായിരിക്കുമെന്നാണ് താൻ വിചാരിച്ചത്. പക്ഷേ അത് മറ്റൊരു യുവാവായിരുന്നു. താൻ വ്യക്തമായി കണ്ടതാണ്. അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവൾ തന്നെ തല്ലി, ഒരുപാട് ശകാരിച്ചു. അപ്പോഴേക്കും അവൻ ഫോൺ കട്ട് ചെയ്തു. താൻ മുറിയിലേക്ക് പോയി. തൻ്റെ നെഞ്ച് വിങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ മകനെയാണവൾ. ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ താൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഏകദേശം 1 മണിയായപ്പോഴാണ് ഒരാൾ തൻ്റെ മുറിയിലേക്ക് കയറി വന്നത്. അയാൾ മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആരോ വാതിലടച്ച് പുറത്തുനിന്ന് പൂട്ടി. ഇരുട്ടത്ത് അതാരാണെന്ന് പോലും മനസ്സിലായില്ല. താൻ ബഹളം വയ്ക്കാൻ ശ്രമിച്ചു. ലൈറ്റ് ഓണാക്കി. അയാൾ മുഖംമൂടിയെല്ലാം മാറ്റി അയാളുടെ ഷർട്ട് ഊരി താൻ ജലജയെ വിളിച്ച് ഉച്ചത്തിൽ കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുറത്ത് ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. താൻ പറയാൻ ശ്രമിച്ചതൊന്നും ആരും കേട്ടില്ല. ഒരു കുറ്റവാളിയെപ്പോലെ തന്നെ എല്ലാവരും നോക്കി നിന്നു. എല്ലാം ജലജയുടെ പണിയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾ തൻ്റെയും അയാളുടെയും ഫോട്ടോ എടുത്തു. പിന്നീട് എല്ലാവർക്കും അയച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ഒരു തള്ളയുടെ കൂടെ അവൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞു. രാമചന്ദ്രനെ വിളിച്ച് അവൾ ആ സമയത്ത് കരഞ്ഞ് നിലവിളിച്ചു. രാഘവേട്ടനും രാമചന്ദ്രനും അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ചു. വെളുക്കാറായപ്പോഴാണ് അവരെത്തിയത്. മകൻ വന്നപ്പോൾ തന്നെ ചീത്ത പറയാൻ തുടങ്ങി. രാഘവേട്ടൻ ഒരു വാക്കുപോലും തന്നോട് ചോദിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ രവിയും ഭാര്യയും എത്തി. 2 പേരും കൂടി ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടു. രാഘവേട്ടൻ ഒന്നും പറയാതെ തന്നെയും കൂട്ടി ഇറങ്ങി. ഇന്നുവരെ അദ്ദേഹം അതിനെപ്പറ്റി ഒരു വാക്കുപോലും ചോദിച്ചിട്ടില്ല. ജലജയെ പറ്റിയുള്ള രഹസ്യം പറഞ്ഞിട്ടുമില്ല. എന്താ തള്ളേ, വലിയ ആലോചനയിലാണല്ലോ. എന്തായാലും നന്നായി തിന്നു കൊഴുത്തല്ലോ. വൃദ്ധസദനത്തിൽ ഇത്രയും നല്ല ആഹാരമൊക്കെ ഉണ്ടോ? ജലജ ചോദിച്ചു. പാർവതിക്ക് തൻ്റെ സകല നിയന്ത്രണവും പോയി.
നിന്റെ കള്ളക്കാമുകൻ ഇപ്പോഴും വിളിക്കാറുണ്ടോ? നീ അവൻ്റെ മുമ്പിൽ തുണി അഴിച്ച് കാണിക്കാറുണ്ടോ? എവിടുന്നാ ഇത്രയും ധൈര്യം കിട്ടിയതെന്ന് പാർവതിക്ക് പോലും അറിയില്ല. പെട്ടെന്നാണ് ജലജ ചീറിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നത്. അവൾ വലങ്കൈ ഉയർത്തി അവരുടെ കരണത്താഞ്ഞിടിക്കാൻ പോയി. അപ്പോഴാണ് ആരോ ഒരാൾ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചത്. പിന്നെ പടക്കം പൊട്ടും പോലെ ഒരു ശബ്ദവും കേട്ടു. അവളുടെ വായിൽ നിന്ന് 2 പല്ല് തെറിച്ച് താഴേക്ക് വീണു. വായിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയെ അടിക്കാൻ നീ ആരാടി? എത്ര ധൈര്യമുണ്ടായിട്ടാ നീ എൻ്റെ അമ്മയെ തൊടാൻ വന്നത്? ഗംഗയുടെ കണ്ണുകളിൽ തീ അളന്നതുപോലെ ജലജയ്ക്ക് തോന്നി. കാർത്തിക്ക് വേണ്ടി എന്തോ മരുന്ന് വാങ്ങാൻ ഫാർമസിയിലേക്ക് വരികയായിരുന്നു അവൾ. അപ്പോഴാണ് അത്യാഹിത വിഭാഗത്തിന് മുമ്പിലിരിക്കുന്ന പാർവതി അമ്മയെയും ജലജയെയും കണ്ടത്. അമ്മയോട് ദേഷ്യപ്പെടുന്നവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഗംഗ വരികയായിരുന്നു. അപ്പോഴാണ് അവൾ അമ്മയെ അടിക്കാനായി വന്നത് ഗംഗ കണ്ടത്. ഗംഗയെ കണ്ടതും ജലജയുടെ കിളി പോയി. കാരണം ഗംഗയെ അവൾക്ക് നന്നായി അറിയാം. ഗംഗയെ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖം വിളറി വെളുത്തു. അമ്മ മുറിയിലേക്ക് പൊയ്ക്കോ, അച്ഛൻ അവിടെയുണ്ട്. ഞാനൊരു മരുന്ന് വാങ്ങി വരാം, ഗംഗ പറഞ്ഞു. പാർവതി ഇനി ഒരു പ്രശ്നമുണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് മുറിയിലേക്ക് നടന്നു. ഗംഗ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഫാർമസിയിലേക്ക് പോയി. ജലജ മുഖം പൊത്തിക്കൊണ്ട് ബെഞ്ചിലേക്കിരുന്നു. അപ്പോഴും അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു. ഇവളെന്തിനായിരിക്കും ആ തളയെ അമ്മയെന്ന് വിളിക്കുന്നത്? പാർവതിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ രാഘവൻ എന്തോ പന്തികേട് തോന്നി. എന്താ പാറു, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? രാഘവൻ ചോദിച്ചു. പാർവതി അവിടെ ഉണ്ടായിരുന്ന കസേരയിലിരുന്നു. ഞാൻ രാഘവേട്ടനോടൊരു ചോദ്യം ചോദിക്കട്ടെ? രാഘവേട്ടൻ എപ്പോഴെങ്കിലും എന്നെ അവിശ്വസിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ സംശയമെങ്കിലും എൻ്റെ മേൽ തോന്നിയിട്ടുണ്ടോ? എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം? ഞാൻ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പോലും നിന്നെ അവിശ്വസിക്കില്ല. നിന്നെ എനിക്ക് വിശ്വാസമാണ്. നീ എൻ്റെ പാതിയല്ലേ. എനിക്ക് നിന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഒരു ചോദ്യത്തിൻ്റെയോ പറച്ചിലിൻ്റെയോ ആവശ്യമില്ല. ആരുടെയും വാക്കുകളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളെല്ലാം അന്ന് നീ അവിടെ കുഴിച്ചുമുടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരിക്കൽ പോലും ഞാൻ അതിനെപ്പറ്റി പറയാതിരുന്നതും അതിനു വേണ്ടിയാ. നിന്നെ എനിക്കറിയാവുന്നതുപോലെ എൻ്റെ മക്കൾക്കോ അവരുടെ ഭാര്യമാർക്കോ അറിയില്ല. അപ്പോൾ നിന്നെക്കുറിച്ച് അവർ എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനത് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? രാഘവൻ ചെറിയ പുഞ്ചിരിയോടെ ചോദിച്ചു. പാർവതിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം അദ്ദേഹം കണ്ടു. അപ്പോഴേക്കും ഗംഗ അങ്ങോട്ട് വന്നു. അമ്മേ, ഒരു മകളെന്ന രീതിയിൽ അമ്മയുടെ പ്രശ്നങ്ങൾ ഞാൻ അറിയേണ്ടതല്ലേ? അതൊക്കെ എന്നോട് പറയാൻ അമ്മയ്ക്ക് സാധിക്കുമോ? ഗംഗ ചോദിച്ചു. പാർവതി ഓരോന്നായി പറയാൻ തുടങ്ങി. രാഘവനും അപ്പോഴാണ് പല കാര്യങ്ങളും അറിയുന്നത്. അതെല്ലാം കേട്ട് ഗംഗയുടെ മുഖം വലിഞ്ഞു മുറുകി. ഒടുവിൽ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ കേട്ടപ്പോൾ അവളുടെ രക്തം തിളച്ചു. അവൾ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് തമ്പിയെ വിളിച്ചു. മറുവശത്ത് നിന്ന് തമ്പിയുടെ ശബ്ദം കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു തുടങ്ങി. രാമചന്ദ്രൻ ഇനി MLA കസേരയിൽ ഉണ്ടാവാൻ പാടില്ല. അയാളുടെ ഭാര്യയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് കിട്ടണം, അവളുടെ രഹസ്യങ്ങൾ ഉൾപ്പെടെ. നമ്മുടെ SKM കോളേജിൽ പഠിപ്പിക്കുന്ന രവി, അവൻ ഇനിൽ ജോലിയിലുണ്ടാവരുത്. നമ്മുടെ ആളുകളെ കൊണ്ട് അവൻ്റെ കാല് തല്ലി ഓടിക്കണം, ഗംഗ പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. തുടരും.